നിങ്ങൾ കാണുന്ന സ്ക്രീനിൽ കാണുന്നതാണ് മോതിരം. മോതിരം മൂവ് ചെയ്ത് ഒരു നിമിഷം, മോതിരം മൂവ് ചെയ്ത് ഈ ഒരു പൊസിഷനിൽ എത്തുന്ന സമയത്ത് നെതന്യാഹുവിൻ്റെ കയ്യിൽ മോതിരമില്ല. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. വീണ്ടും നെതന്യാഹു തന്നെയാണ് വിഷയം. ക്ഷമിക്കണം, ഇനി ഈ ഒരു വിഷയത്തിൽ വീഡിയോ ചെയ്യാതിരിക്കാൻ ഡെഫിനറ്റ്ലി ശ്രമിക്കുന്നതായിരിക്കും. എന്താ റീസൺ എന്നറിയോ? ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് വരാൻ കാരണം, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ വീഡിയോ ചെയ്ത സമയത്ത്, അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, ബെന്യാമിൻ നെതന്യാഹു സതാഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഫി ഷോപ്പ് സന്ദർശിച്ചു. അവിടുന്ന് കാപ്പി കുടിച്ചിട്ടുള്ളൊരു വിഷ്വൽ ഉണ്ടായിരുന്നു. ഈ വിഷ്വൽ അതും AI ആണ് എന്നാണ് നമുക്ക് ഏകദേശം ആ ഒരു പല കാര്യങ്ങൾ ക്രോസ് വെരിഫൈ ചെയ്യുന്ന സമയത്ത് വീണ്ടും ആ വീഡിയോ നോക്കുമ്പോൾ ആ കോഫി സിപ്പ് ചെയ്തതും തുളുമ്പാത്തതൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് ഏകദേശം മനസ്സിലാവുന്നുണ്ട്. പല അഭിപ്രായങ്ങളും ഇത് റിലേറ്റഡ് ആയിട്ടുണ്ട്. ഇതിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ സതാഫ് കഫേ അവരുടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലൂടെയൊക്കെ ഒരുപാട് പിക്ചേഴ്സ് പുറത്ത് വിട്ടിട്ടുണ്ട്. ഇയാൾ പുറത്തുനിന്ന് ആൾക്കാരോട് സംസാരിക്കുന്നതൊക്കെ, ആ സെയിം അറ്റയറിൽ പുറത്തുനിന്ന് ആൾക്കാരോട് സംസാരിക്കുന്നതൊക്കെ ആയിട്ടുള്ള ഒരുപാട് വിഷ്വൽസ് പുറത്ത് വന്നിട്ടുണ്ട്. കുറച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അത് ഞാൻ വീണ്ടും ഇവിടെ പ്ലേ ചെയ്യുന്നില്ല. ഇതിന് മുന്നത്തെ വീഡിയോയിൽ അത്യാവശ്യം ക്ലിയർ ആയിട്ട് ഞാനത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്രാവശ്യം എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, ഇന്നിപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് പുള്ളി ഇങ്ങനെ വന്നിട്ട് എല്ലാവരോടും സംസാരിക്കുന്ന ഒരു വീഡിയോയിൽ പോലും ചില മിസ്മാച്ചസ് വീണ്ടും ഉണ്ട്. ഈ AI ഏറ്റവും ഭയങ്കര എത്രത്തോളം AI ഡേഞ്ചറസ് ആണെന്നുള്ളത് നമ്മൾ പല സിറ്റുവേഷൻസിലും നമുക്ക് കണ്ടിട്ടുണ്ട്. ഒരു നിലയ്ക്കും നമുക്ക് മേക്കൗട്ട് ചെയ്യാൻ പറ്റില്ല ഇതൊരു ഫേക്ക് വീഡിയോ ആണെന്നുള്ളത്. പണ്ടത്തെ പോലെ ഒന്നല്ല, ഒരു നിലയ്ക്കും മനസ്സിലാക്കാൻ കഴിയില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഇയാൾ വന്ന് സംസാരിച്ചിട്ടുള്ള ഇവരുടെ കൂടെ സെൽഫി എടുത്തിട്ടുള്ളൊരു വീഡിയോ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ വീഡിയോ സെൽഫി എടുത്തിട്ടുള്ളൊരു വീഡിയോ ഉണ്ട്. ഈ വീഡിയോ പോലും ഫേക്കാണ് എന്നുള്ള രീതിയിൽ ക്ലെയിംസ് വരുന്നുണ്ട്. എനിക്കൊരു സംശയം, കാരണം ഞാൻ നോക്കുന്ന സമയത്ത് കുറച്ച് ചേഞ്ചസ് നമ്മൾ വളരെ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവുന്ന ഒരു കാര്യം, ഒരു കാര്യം മെയിനായിട്ടുണ്ട്. അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. പ്ലീസ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ അഭിപ്രായം പറയണം. ഇത് കണ്ടതിന് ശേഷം ഈ വീഡിയോ ഞാൻ പ്ലേ ചെയ്യാം. ഇതൊക്കെ വളരെ നോർമലായിട്ട് നമുക്ക് തോന്നുന്ന രീതിയിൽ ഇയാൾ സംസാരിക്കുന്നു, എല്ലാവരുടെ കൂടെ നിൽക്കുന്നു. യെസ്, ഇനി വരാൻ പോകുന്നത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് നോക്കുക. ഞാൻ കാണിച്ചു തരാം. ഇയാളിങ്ങനെ വരുന്നു, ബോഡി ഗാർഡ്സ് കൂടെ ഉണ്ട്. അവിടെ ഒരു നായുണ്ട്. ആ നായനോട് കുറച്ച് കുശലാന്വേഷണങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം നെതന്യാഹുവിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഇപ്പോൾ ഈ ഒരു പോയിന്റിൽ ഇപ്പോൾ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല, എത്രത്തോളം ക്ലിയർ ആണെന്നുള്ള അറിയില്ല. ഇയാളുടെ ലെഫ്റ്റ് ഹാൻഡ്, ഇടത് കൈയിൽ ഒരു റിംഗ് ഫിംഗർ, ഈ മോതിര വിരലിൽ ഒരു മോതിരം കിടക്കുന്നത് കാണുന്നുണ്ടല്ലോ അല്ലേ? വളരെ കൃത്യമായിട്ട് എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. സൂക്ഷിച്ച് നോക്കിക്കോളൂ. അപ്പോൾ ഇയാൾ ഇങ്ങനെ വരുന്ന സമയത്ത് ആ കയ്യിൽ ഒരു മോതിരം വളരെ കൃത്യമായിട്ട് കാണാൻ, ഇതിൽ കാണുക, സ്ക്രീൻ റെക്കോർഡ് ഇതിൻ്റെ കൂടെ കാണിക്കുമ്പോൾ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞ സമയത്ത് ഇയാൾ ഈ കൈ ആ ഒരു ചെയറിൻ്റെ അടുത്തേക്ക് വെക്കുന്നു. കണ്ടോ? ഇയാൾ ഈ കൈ നീക്കുന്ന സമയത്ത് മോതിരം എവിടെ പോയി? എന്ത് പറ്റി? ആ സമയത്ത് ഇയാൾ മോതിരം മൂരാൻ സമയം കിട്ടിയോ? ഒന്നുകൂടി കണ്ടോളൂ പഴയ ഫുട്ടേജ്. ഇപ്പം നിങ്ങൾ കാണുന്ന സ്ക്രീനിൽ കാണുന്നതാണ് മോതിരം. മോതിരം മൂവ് ചെയ്ത് ഒരു നിമിഷം, മോതിരം മൂവ് ചെയ്ത് ഈ ഒരു പൊസിഷനിൽ എത്തുന്ന സമയത്ത് നെതന്യാഹുവിൻ്റെ കയ്യിൽ മോതിരമില്ല. മനസ്സിലായോ? ഇനി ഗോയിങ് ഫോർവേഡ്. അപ്പോൾ ഒരു ഇത് മനസ്സിലായല്ലോ അവിടെ. ഇത് AI ആണോ എന്ന് വീണ്ടും സംശയം എന്നാണ്, ഒരു സംശയം പ്രകടിപ്പിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യും. വീണ്ടും ഇയാൾ അവിടെ കൈ വയ്ക്കുന്നു, നോക്കിക്കോളൂ. അയാളുടെ കയ്യിൽ യെസ്, അറ്റ് ദിസ് പോയിൻറ്റ് യു ക്യാൻ സീ ദ റിങ് കാണാൻ പറ്റും അല്ലേ? ഓക്കെ, ഇനി വീണ്ടും പോട്ടെ ഒരു നിമിഷം, ഒന്നും കൂടി നമ്മൾ ആ ഒരു ഒറിജിനൽ സൈസിലേക്ക് ചെയ്യട്ടെ. വീണ്ടും പോട്ടെ. ഇയാളിപ്പോൾ അവിടുന്ന് കൈ എടുക്കുന്ന സമയത്ത് നോക്കട്ടെ,
കൈ എടുക്കുന്ന സമയത്ത് അയാളുടെ കയ്യിൽ ഈ ഒരു മോതിരം ഇപ്പോൾ നിങ്ങൾക്ക് കാണാനുണ്ട്. അപ്പോൾ കുറച്ച് മുന്നേ അയാളുടെ കയ്യിൽ അങ്ങോട്ട് പോകുന്ന സമയത്ത് മോതിരമില്ല, ഇപ്പം ആ മോതിരം കാണാനുണ്ട്. സംശയമില്ലല്ലോ. ഇനി ഈ വീഡിയോ പ്ലേ ചെയ്യുന്നു. ഇപ്പോൾ വളരെ നോർമലാണ്. വാച്ച് ദി ലെഫ്റ്റ് ഹാൻഡ് വെൻ ഇറ്റ് കംസ് ടു ദ സ്ക്രീൻ. ഓക്കെ, ഇയാൾ വരുന്നു, കുശലം പറയുന്നു. യെസ്, ഈ ഒരു പോയിന്റിൽ നോക്കാം, കാണുന്നില്ല, അവിടെ കാണുന്നില്ല. ഒരു മിനിറ്റ്, ക്ലിയർ അല്ല, വെയിറ്റ് ചെയ്യാം. യെസ്, ഇവിടെ നോക്കാം കേട്ടോ. കൈ പൊന്തിക്കുന്ന സമയത്ത് ഉണ്ടോ എന്നുള്ളത് അത്ര വലിയ ക്ലിയർ അല്ല. ചെറിയൊരു ഇതുപോലെ തോന്നുന്നുണ്ട്, പക്ഷേ അത്ര വലിയ ക്ലിയർ അല്ല. മോതിരം ക്ലിയർ ആവുമായിരുന്നു, പക്ഷെ ക്ലിയർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. വീണ്ടും ഒരു നിമിഷം, വീണ്ടും ഇയാളിതാ ഈ ഒരു പോയിന്റിൽ, യെസ്, ഈ ഒരു പോയിന്റിൽ വീണ്ടും മോതിരം പ്രത്യക്ഷപ്പെട്ടു. ലെഫ്റ്റ് ഫിംഗറിൽ മോതിര വിരലിൽ മോതിരം കാണുന്നുണ്ട്. യെസ്, ഇനിയിപ്പോൾ ഇവിടെ ഇതിവിടെ പൊന്തുന്നു. ഇവിടെ വീഡിയോക്ക് ഒരു ബ്രേക്ക് വരുന്നു. ഓക്കെ, കണ്ടോ, ഒരു ബ്രേക്ക് വന്നു അവിടെ വീഡിയോക്ക്. ഓക്കെ, അപ്പോൾ മോതിരമുണ്ട്. മോതിരം ഈ ഒരു പോയിന്റിൽ, ഡിഡ് യു സീ ഇറ്റ്? ഈ ഒരു പോയിന്റിൽ അവിടെ മോതിരം ഉള്ള പോലെ തോന്നുന്നുണ്ട്. നെക്സ്റ്റ് സിറ്റുവേഷനിൽ ഇപ്പം ഞാൻ വീണ്ടും സൂം ചെയ്യുന്നു, മോതിരം കാണുന്നില്ല. മനസ്സിലായോ? നെതന്യാഹുവിൻ്റെ കയ്യിൽ മോതിരമില്ല. ഇനി നോക്കട്ടെ, പ്ലേ ചെയ്ത് നോക്കട്ടെ, വേറെ വല്ല പോർഷനും കിട്ടുമോ എന്നുള്ളത് നോക്കാം. യെസ്, വീണ്ടും പ്ലേ ചെയ്യുന്ന സമയത്ത് ഇനി ആ വിരൽ കാരണം ഇതൊക്കെ ബ്രേക്ക് വരികയാണ്. കണ്ടിന്യൂസ് വീഡിയോ അല്ല കേട്ടോ, ഇതൊന്നും കണ്ടിന്യൂസ് വീഡിയോ അല്ല. ഇടത് കൈ പുറത്തേക്ക് എടുക്കുക ചങ്ങാതി, എന്തൊക്കെയോ പറയുന്നുണ്ട് കാര്യമായിട്ട്. ഞാൻ ജീവനോടൊന്നും എനിക്കൊന്നും പറ്റിയിട്ടില്ല, ഇനി മേലാൽ ഇതുപോലത്തെ പരിപാടിയും കൊണ്ട്, ഊടായ്പ പരിപാടിയും കൊണ്ട് വരരുത് എന്നൊക്കെ ആവും പറയുന്ന ഒരു പക്ഷേ. വീഡിയോ കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടല്ലോ. കണ്ട സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ളൊരു സംശയമാണ്. പല സമയം ഇപ്പം എൻ്റെ കയ്യിൽ ഈ മോതിരം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഫുൾ എടുക്കുന്ന സമയത്ത് കംപ്ലീറ്റ് ഈ മോതിരം കാണില്ലേ? ഇതൊന്നും ആരും ഫേക്ക് ചെയ്തുണ്ടാക്കിയ വീഡിയോ അല്ല. ഈ വീഡിയോ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ സ്ക്രീൻ റെക്കോർഡ് ഡൗൺലോഡ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് ബെന്യാമിൻ നെതന്യാഹുവിൻ്റെ ഒഫീഷ്യൽ ട്വിറ്റർ ഹാൻഡിൽ, എക്സ് ഹാൻഡിൽ നിന്നാണ്. അവർ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. നമ്മൾ ആരും കയ്യിൽ നിന്നിട്ടിട്ടില്ല. ഇയാൾ മരിച്ചു എന്ന് സ്ഥാപിക്കാൻ എനിക്കൊരു വ്യഗ്രതയില്ല. ചില ആൾക്കാർ അങ്ങനെ ചോദിക്കുന്നത് കേട്ടു. നമുക്ക് ഒരു വ്യഗ്രത ഒന്നുമില്ല. നമുക്കത് അവിടുത്തെ ഇൻറ്റേർണൽ കാര്യങ്ങളോ സംഭവം ഒന്നും അറിയില്ല. പക്ഷേ ഇത്ര മാത്രം പറയുന്നു, ലോകം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഇയാൾ ജീവനോടെ ഉണ്ടോ ഇല്ല എന്നുള്ളത്. ആ കാര്യത്തിൽ ചെറിയ ഒരു സംശയം, ചെറുതല്ല, അത്യാവശ്യം വലിയൊരു സംശയമാണ്. ഇയാളുടെ വിരലിൽ ചില ഭാഗത്ത് മോതിരം കാണുന്നുണ്ട്, ചില ഭാഗത്ത് മോതിരം കാണുന്നില്ല. ഇറ്റ് റേസസ് എ സീരിയസ് ക്വസ്റ്റ്യൻ ദാറ്റ് വെദർ അഗെയിൻ ഈ വന്നിട്ടുള്ള വീഡിയോ ഫേക്കാണോ എന്നുള്ളത്. എന്താണ് നിങ്ങൾക്കിത് കണ്ടിട്ട് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യൂ. എൻ്റെ ബലമായ സംശയം ഇപ്പോഴും ഒരു മോതിരം, ഇപ്പം ഞാനീ സംസാരിക്കുന്ന സമയത്ത് ഈ മോതിരം ഈ വീഡിയോയിൽ കംപ്ലീറ്റ് കണ്ടിരിക്കും. അതിലിടയ്ക്ക് അല്ലെങ്കിൽ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ കൂടി ഞാൻ ഇത് ഊരി വെച്ചിട്ട് ഇങ്ങനെ ആക്കുന്നു, ഇങ്ങനെ ആക്കി കഴിഞ്ഞിട്ട് പിന്നെ താഴത്തേക്ക് കൈ ആക്കിയിട്ട് പിന്നെ അടുത്ത്, അതിൻ്റെ ആവശ്യം അവിടെ ഇല്ലല്ലോ. ഉണ്ടോ? ഇത് അവർ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ചെറിയൊരു സംശയം മാത്രം. ഇയാൾ ജീവനോടുണ്ടെങ്കിൽ മരിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ അതിൻ്റെ ഭാഗമായിട്ടുള്ള പരിപാടികളിലായിട്ട് മുന്നോട്ട് പോട്ടെ. പക്ഷേ ഒരു സംശയം, ജസ്റ്റ് എൻ്റെ കൺസേൺ, എൻ്റെ ഒരു ഡൗട്ട് ഞാൻ നിങ്ങൾക്കായിട്ട് റേസ് ചെയ്തു. നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ടല്ലോ, ഞാൻ പറഞ്ഞത് പ്രകാരമുള്ള നിങ്ങൾ വീഡിയോ കണ്ടു, നിങ്ങൾ തന്നെ നോക്കുക. ജസ്റ്റ് ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ കംപ്ലീറ്റ് കിട്ടും. എക്സ്, നിങ്ങളുടെ ട്വിറ്റർ ഉണ്ടെങ്കിൽ എക്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇവരെന്നെ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒറിജിനൽ വീഡിയോ കിട്ടും. ആ വീഡിയോ കണ്ടതിന് ശേഷം അവർ പോസ്റ്റ് ചെയ്ത് 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത്. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ വളരെ കൃത്യമായിട്ട് ആ വീഡിയോ ആണ് നിങ്ങൾ എടുത്ത് നോക്കേണ്ടത്. നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, പറ്റുമെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യണം പ്ലീസ്. ഡെഫിനറ്റ്ലി ഫൈൻഡ് സം ടൈം ടു കമൻറ്റ്. ഓക്കെ, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തല്ലെങ്കിൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഇനി ഇയാൾ അടുത്തൊരു വീഡിയോ കൊണ്ടുവരും എന്നുള്ളത് അറിയില്ല. കാരണം നമ്മൾ ഓരോ പ്രാവശ്യവും ഇത് കൊണ്ടുവരുന്ന വീഡിയോയിൽ മാത്രം ഹുക്ഡപ്പായി നിൽക്കുകയാണ്. ചില കാര്യങ്ങൾ നമ്മൾ അങ്ങനെയാണല്ലോ അല്ലേ? ചില കാര്യങ്ങൾ നമ്മൾ അതിനെ മനസ്സ് നമുക്ക് ഉടക്കി കഴിഞ്ഞാൽ
നമുക്കിങ്ങനെ തോന്നിപ്പോവും. അങ്ങനെ തോന്നലിൻ്റെ ഭാഗമായിട്ട് ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് നോക്കിയ സമയത്ത് എനിക്ക് തോന്നിയൊരു സംഭവമാണ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. ബൈ.